പക്ഷെ കൊച്ചിയിലേക്കൊന്ന് നമുക്ക് പോകാം. കൊച്ചിയിൽ ആവേശമാണ് പരിശോധിക്കേണ്ടത്. കോൺഗ്രസ് ക്യാമ്പിലെ ആവേശം നോക്കാം. ദീപ്തി മേരി വർഗീസിനൊപ്പം മുബഷീർ പി അക്ബർ ചേരുന്നുണ്ട്. മുബഷീർ, അർജുൻ കല്യാട് പറഞ്ഞതുപോലെ തന്നെ തുടക്കത്തിൽ തന്നെ UDF സ്ഥാനാർത്ഥികളൊക്കെ പ്രഖ്യാപിച്ചു. ഈ അവസാന ലാപ്പിലും കൊട്ടിക്കലാശത്തിൽ ആദ്യം ഇറങ്ങിയ ഓവർ എന്താണ് ദീപ്തി മേരി വർഗീസ് പറയുന്നത്? റോഷി, തീർച്ചയായും തീപ്പാറും പ്രചാരണ പരിപാടികൾ തന്നെയാണ് കൊച്ചി കോർപ്പറേഷനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തീപ്പാറും പോരാട്ടം നടക്കുന്ന ഒരു കോർപ്പറേഷൻ കൂടിയാണ് കൊച്ചി എന്നുള്ള നമുക്കറിയാം. തിരിച്ചുപിടിക്കുമെന്നുള്ള ആവേശത്തോടു കൂടി ആദ്യഘട്ടം മുതൽ അവകാശവാദവുമായി UDF ഉണ്ട്. പക്ഷേ സർക്കാർ നടപ്പിലാക്കിയ, കോർപ്പറേഷനിൽ നടപ്പിലാക്കിയ പലതരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നേട്ടമാകും. കൊച്ചി കോർപ്പറേഷൻ നിലനിർത്തുമെന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ അവകാശവാദം. ഞാനിപ്പോൾ ഉള്ളത് കൊച്ചി കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥിയായുള്ള KPCC ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള കൊച്ചി കോർപ്പറേഷനിലെ 34ാം സ്റ്റേഡിയം ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന കോൺഗ്രസിന്റെ നേതാവ് ദീപ്തി മേരി വർഗീസിന്റെ പ്രചാരണ പരിപാടിയിലാണ്. റോഡ് ഷോ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 മണിക്ക് ആരംഭിച്ച റോഡ് ഷോയാണ്. തൊട്ടു പിന്നാലെ നിരവധി വാഹനങ്ങളൊക്കെ തന്നെയുണ്ട്. 4 മണിയോടുകൂടി സമാപിക്കാൻ പോകുന്ന റോഡ് ഷോയിൽ ദീപാദ ഇവിടെയുള്ള ആളുകളെയൊക്കെ തന്നെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ദീപ്തി മേരി വർഗീസിന്റെ ഒരു റോഡ് ഷോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ നിലയിൽ തന്നെ പ്രചാരണത്തിൽ ആദ്യഘട്ടം മുതൽ തന്നെ പലതരത്തിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങളുമായി അവർ രംഗത്തുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ഈ ബ്രഹ്മപുരത്തെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട പദ്ധതി, അത് തെരഞ്ഞെടുപ്പിൽ മുതലെടുപ്പ് നടത്താനുള്ള നീക്കം LDF നടത്തിയെന്നൊരു ആരോപണവും അവസാന ഘട്ടത്തിൽ പ്രചാരണ വിഷയമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്തായാലും ആ നിലയിലുള്ള പ്രചാരണ വിഷയങ്ങൾ അത് ഏറ്റുപിടിച്ചുകൊണ്ട് തന്നെ കൊച്ചി കോർപ്പറേഷനിലേക്ക് വഴിമാറിയിരിക്കുന്നു. ദീപ്തി മേരി വർഗീസിന്റെ പ്രതികരണം നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇത്തവണ കൊച്ചി കോർപ്പറേഷൻ തിരിച്ചുപിടിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ്. തീർച്ചയായിട്ടും ഇത്തവണ കോർപ്പറേഷൻ തിരിച്ചുപിടിക്കും. കാരണം കഴിഞ്ഞ 5 വർഷത്തെ ഭരണം എന്ന് പറയുന്നത് ഈ നഗരത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് പുതിയ ഒരു തരം പദ്ധതികളും കൊടുക്കാതെ, നഗരം എന്ന് പറയുന്നത്, കൊച്ചി നഗരം എന്ന് പറയുന്നത് നമുക്കറിയാലോ, വേൾഡ് മാപ്പിംഗിൽ വലിയ സ്ഥാനം നേടേണ്ട ഒരു നഗരമാണ്. അത്തരത്തിലുള്ള യാതൊരു പദ്ധതികളും ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോ ഏറ്റവും വലിയ പ്രശ്നമായ ബ്രഹ്മപുരം പ്രശ്നം, നമ്മുടെ മാലിന്യ സംസ്കരണ പ്രശ്നത്തിന് പോലും ഒരു തരത്തിലുള്ള പരിഹാരവും കാണാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. കുറെ വ്യാജമായ പ്രചരണങ്ങളാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് മേയർ അനിൽകുമാർ ഉൾപ്പെടെയുള്ളവർ, ഇന്ന് നമുക്കറിയാം കൊച്ചി നഗരസഭയുടെ മാലിന്യ പ്ലാന്റിൽ, ബ്രഹ്മപുരത്തെ മാലിന്യ പ്ലാന്റിൽ കൊച്ചി നഗരസഭയുടെ ഇലക്ഷൻ പ്രചരണം നടത്തിയ ഒരു ഇലക്ഷൻ വയലേഷൻ തന്നെ നമ്മൾ കണ്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അത്തരത്തിൽ ചെയ്യേണ്ടതായിട്ട് വന്നത്? കഴിഞ്ഞ 5 വർഷക്കാലം ഉണ്ടായിട്ടും, ബ്രഹ്മപുരം കത്തിയതിനു ശേഷം ഇപ്പോൾ 4 വർഷം കഴിഞ്ഞിട്ടും അതിന് ഒരു പദ്ധതിയും കൊണ്ടുവരാതിരുന്ന മേയർ ഇന്നിപ്പോൾ ഇലക്ഷന് 2 ദിവസങ്ങൾക്ക് മുൻപ് ബ്രഹ്മപുരത്ത് പോയി ആ പദ്ധതിക്കുള്ളിൽ കയറി നിന്ന് പത്രസമ്മേളനം നടത്തുന്ന ഒരു കാഴ്ച കണ്ടു. അത് തീർച്ചയായിട്ടും നിയമവിരുദ്ധമാണ്. അതുകൂടി ഞാൻ ഈ അവസരത്തിൽ പറയാം. കൊച്ചിയെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പും അല്ലാത്ത സമയത്തൊക്കെ തന്നെ സജീവമായി ചർച്ചയിലുള്ള ഒരു വിഷയമാണ് വെള്ളക്കെട്ട് പോലെയുള്ള പ്രശ്നങ്ങൾ. LDFന്റെ ഒരു അവകാശവാദം, അവർ ആ പ്രശ്നങ്ങളൊക്കെ തന്നെ പൂർണ്ണമായി പരിഹരിച്ചു. MG റോഡ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഇടങ്ങളിലെ വെള്ളക്കെട്ട് പോലെയുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്നുള്ളതാണ്. UDF എങ്ങനെയാണ് അതിന് വിലയിരുത്തുന്നത്? വെള്ളക്കെട്ട് കൊച്ചി നഗരത്തെ സംബന്ധിച്ച് മാറണമെന്നുണ്ടെങ്കിൽ ശാസ്ത്രീയമായി സമഗ്രമായ ഒരു പദ്ധതി ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ കൊച്ചി സ്മാർട്ട് സിറ്റി ലിമിറ്റഡുമായി ബന്ധപ്പെട്ട് അന്ന് ടോണി ചമ്മണിയുടെ നേതൃത്വത്തിൽ കൊച്ചിയെ സ്മാർട്ട് സിറ്റി ആക്കുന്നതിന് വേണ്ടി പദ്ധതികളുണ്ടായി. ആ പദ്ധതികൾ ഉണ്ടാക്കുവാനുള്ള സാഹചര്യമുണ്ടായി. പക്ഷേ ഇന്നിപ്പോൾ അത്തരം തുക ഏത് രീതിയിലാണ് ഇവർ വിനിയോഗിക്കുന്നത്, കാര്യക്ഷമമായി വിനിയോഗിക്കുന്നില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ വെള്ളക്കെട്ട് പോലെയുള്ള, ഇപ്പൊ തന്നെ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ, അത് പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്ന പോലെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. 2 ദിവസം മഴ പെയ്താൽ എന്തിനാണ് ഈ നഗരസഭ എന്ന് ചോദിക്കുന്ന കേരള ഹൈക്കോടതിയെ നമ്മൾ കണ്ടു. അപ്പൊ അതുകൊണ്ട് ഹൈക്കോടതി ഉൾപ്പെടെയുള്ള ഈ നഗരത്തിലെ ജനങ്ങൾ ഉൾപ്പെടെയുള്ളവർ പറയുകയാണ് നഗരജീവിതം നരകജീവിതമായി എന്ന് പറയുകയാണ്. കൊച്ചിയെ കേന്ദ്രീകരിച്ച് UDF എന്താണ് തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ എന്താണ്? കൊച്ചി നഗരം വികസിതമാകണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും. വികസിത കൊച്ചി, സുരക്ഷിത നഗരം എന്നുള്ളതാണ്. വികസിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, നമ്മുടെ കുട്ടികൾ മയക്കുമരുന്നിന് അടിമയാകുന്ന, അതിന്റെ വലിയ ഹബ്ബുകളായി കൊച്ചി നഗരം മാറുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനൊക്കെ പരിഹാരം കണ്ട് സുരക്ഷിത നഗരമാക്കി മാറ്റണം. സ്ത്രീകളെ സംബന്ധിച്ച് സുരക്ഷിതമായിരിക്കണം ഈ നഗരം. ഇവിടെ പബ്ലിക് ടോയ്ലറ്റ് പോലെയുള്ള യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും സ്ത്രീകൾക്കില്ല. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉണ്ടാവേണ്ടതാണ്. പ്രത്യേകിച്ച് യാത്ര ചെയ്യുന്ന സ്ത്രീകൾ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. ഈ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഒരു പബ്ലിക് ടോയ്ലറ്റ് പോലും വരുത്താൻ, അങ്ങനെ ഒരു പദ്ധതി പോലും കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഈ നഗരത്തിന്റെ ഏറ്റവും വലിയ പരാജയമായി ഞാൻ കാണുകയാണ്.
വികസിത കൊച്ചി സുരക്ഷിത നഗരം എന്ന മുദ്രാവാക്യം മുൻനിർത്തിക്കൊണ്ടാണ് UDFന്റെ പ്രചാരണം ആ നിലയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ ആത്മവിശ്വാസമാണ് UDF ഈ ഒരു ഘട്ടത്തിൽ പ്രകടിപ്പിക്കുന്നത്. എന്തായാലും കൊച്ചി കോർപ്പറേഷൻ ഇത്തവണ തിരിച്ചുപിടിക്കുമെന്നൊരു ആത്മവിശ്വാസം തന്നെയാണ് കൊച്ചിയിലെ UDF. കൊച്ചിയിൽ നിന്നും UDF സ്ഥാനാർത്ഥിയുടെ ആത്മവിശ്വാസം നമ്മൾ കണ്ടു, പ്രതീക്ഷകൾ കേട്ടു, കാഴ്ചപ്പാടുകൾ എന്തായിരിക്കും എന്നുള്ളതും അവർ പങ്കുവച്ചു.